റഷ്യയും യുക്രൈനും ഇണചേരാത്ത കിളികൾ എന്ന് പറയാം, അടിച്ച് പിരിയാൻ വേണ്ടി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇതിനു വേണ്ടി തീപ്പൊരി ഇട്ടതും ആളി കത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളതുമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അത് റഷ്യക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ ഈ ഒരു യുദ്ധം നമ്മളും വിചാരിക്കുന്നുണ്ട് അവിടെയുള്ള ജനങ്ങൾക്കുമൊക്കെ സമാധാനം വേണമല്ലോ. അപ്പോൾ ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് സ്വാഭാവികമായും ഇന്ത്യയും വിചാരിക്കുന്നുണ്ട്. പക്ഷെ പലരുടെയും നോട്ടം അതിനു വേണ്ടിയിട്ടല്ല. കാരണം ഇപ്പോ ഊർജ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം, ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കോമ്പൻസേഷൻ അതിലൊരു കണ്ണ് യുക്രൈൻ ഉണ്ടോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു കാര്യം നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇവിടെ നിഴലിക്കുന്നുണ്ട്. കാരണം ഈ റഷ്യയുടെ ആസ്തി എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലായിട്ട് കിടക്കുന്നതാണ്. പല രാജ്യങ്ങളിലെയും ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് പല നിക്ഷേപം, മരവിപ്പിക്കപ്പെട്ട ആസ്തി. അതെ, മരവിപ്പിക്കപ്പെട്ടത്. അപ്പൊ ആ ആസ്തിയിൽ നിന്ന് കിട്ടുന്നത് പോലും കോമ്പൻസേഷൻ ആയിട്ട് യുക്രൈന് കൊടുക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നു. ഞാൻ ചോദിക്കുന്നത്, മരവിപ്പിച്ച് കിടക്കുന്ന ഒരു ആസ്തി, റഷ്യയുടെ ഒരു ഫണ്ടും ഉപയോഗിക്കരുതെന്നുള്ള വാശി, ഇതെല്ലാം കിടക്കുന്നതിനിടയിൽ ഇതിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് യുക്രൈന് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പുടിൻ സമ്മതിക്കാനുള്ള യാതൊരു വഴിയും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയം ആളി കത്തുകയല്ലേ ചെയ്യുക? അത് പ്രജിത പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതിനകത്തൊരു തിരുത്തുള്ളത്, പുടിൻ അത് സമ്മതിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നതല്ല. പുടിനിവിടെ റോളില്ല. അവരുടെ സമ്പത്ത് മരവിപ്പിച്ചിരിക്കുന്നത് ആ യൂറോപ്പിന്റെ 27 രാജ്യങ്ങളിൽ അടങ്ങുന്ന ഒരു യൂറോപ്യൻ ബ്ലോക്ക് ഉണ്ടല്ലോ, ആ ബ്ലോക്കിൽപ്പെട്ട രാജ്യങ്ങളിലാണ്. അപ്പൊ അതിൽ ബെൽജിയത്തിലാണ് ഏറ്റവും വലിയ ഫണ്ട് കിടക്കുന്നത്. ബെൽജിയത്തിലൊരു ബാങ്കിലാണ്, യൂറോ ക്ലെയർ എന്നോ മറ്റോ പേരുള്ള ഒരു ബാങ്കാണ്. അപ്പൊ ഇത് പുടിന്റെ സമ്മതം വേണ്ട ഇതിന്, അവർക്കത് ഉപയോഗിക്കാനും. കാര്യം അവരത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുടിന് അല്ലെങ്കിൽ റഷ്യക്ക് ആ പണം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്നുള്ളൂ, മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഡെഡ് മണിയാണ് അവരെ സംബന്ധിച്ച്. പക്ഷെ ഇവിടെ ക്രിയേറ്റീവായിട്ട് അത് ആക്റ്റീവായിട്ടുള്ള മണിയാണ് ഈ ബാങ്കുകളെ സംബന്ധിച്ച്. അപ്പം ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വഴി വന്നത്, ഈ ആസ്തികൾ ഉക്രൈന് നൽകാനുള്ള പണമായിട്ട് ഏറ്റവും ഫലപ്രദമായ വഴിയായിട്ട് ഇത് ഉപയോഗിക്കണം എന്ന് വോൺ ഡെയർ ലൈൻ, ഈ യൂറോപ്യൻ യൂണിയന്റെ തലവനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശമാണിത്. ഈ നിർദ്ദേശപ്രകാരം എത്രയാണ് പണം എന്നറിയുമോ? 210 ബില്യൺ ആസ്തിയാണ്. യൂറോ ആണ്. 210 ബില്യൺ യൂറോ ആണ് ഇത്തരത്തിൽ അവിടെ കിടക്കുന്നത്, മരവിപ്പിച്ച ഈ റഷ്യൻ ആസ്തികൾ. അപ്പം ഈ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് മരവിപ്പിക്കപ്പെട്ടത്. ഈ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് തൊട്ടു മുമ്പുള്ള ഒരു ജിയോഗ്രാഫിക്കൽ ഒരു ജിയോ പൊളിറ്റിക്സ് നമുക്കറിയാം. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉക്രൈൻ, ആ ഉക്രൈൻ പിന്നീട് വേർപെട്ടപ്പോൾ, പല ഭാഗങ്ങളായിട്ട് മാറിയപ്പോൾ റഷ്യയോട് മാനസികമായി അത്ര അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമല്ല ഉക്രൈൻ എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ പ്രശ്നബാധിത പ്രദേശം, കീവ് അടക്കമുള്ള ഈ പ്രദേശം എന്ന് പറയുന്നത്, അവിടുത്തെ ആളുകൾ യഥാർത്ഥത്തിൽ റഷ്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. അവരുടെ സംസ്കാരം കൊണ്ട്, അവരുടെ ഭാഷ കൊണ്ട്, മറ്റു കാര്യങ്ങൾ കൊണ്ട്, എല്ലാം കൊണ്ടും, വിശ്വാസം കൊണ്ട്, എല്ലാം കൊണ്ടും റഷ്യയുടെ ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ റഷ്യ അപ്പോൾ ആവശ്യപ്പെട്ടതല്ല, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് അവരെ ചേർക്കൂ, അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരട്ടെ, അവരെ ഞങ്ങളോടൊപ്പം നിർത്താൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൈദാൻ വിപ്ലവം പോലുള്ള വിപ്ലവം അവിടെ പൊട്ടിപ്പുറപ്പെടുകയും ഇന്ന് കാണുന്ന റഷ്യ ഉക്രൈൻ വാറായിട്ട് അത് മാറുകയും ചെയ്തത്. അപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വാറിൽ നിന്നാണ് ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് അത് തുടങ്ങി വെച്ചത്. അവരെ ആക്രമിച്ചു, ഈ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഉക്രൈൻ ആക്രമിച്ചു. അവിടെ നിന്നാണ് ഈ ആക്രമണം. അപ്പോൾ റഷ്യ നോക്കിയിരുന്നില്ല, റഷ്യ ഇടപെട്ടു. കാരണം തങ്ങളോടൊപ്പം ചേർക്കാൻ ആഗ്രഹിച്ച്, തങ്ങളോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഒരു പ്രദേശത്തെ, ആ പ്രദേശത്തെ തങ്ങളുടെ കൂടെ തന്നെ നിർത്താൻ അവർ ആഗ്രഹിച്ചു. അവിടെ നിന്നാണ് ഒരു പക്ഷേ റഷ്യയുടെ വലിയ സാമ്രാജ്യത്വ സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് കാണുന്നത് പോലെ യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങളെ കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് പോലെ, പലതരത്തിലുള്ള ബാൾട്ടിക് രാജ്യങ്ങളെയൊക്കെ കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്ന പോലെ ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് റഷ്യ ഇറങ്ങിയിരിക്കുന്നു നമുക്ക് തോന്നുന്നു. അവർക്കും അങ്ങനെ റഷ്യ ഉണ്ട്. ഇപ്പം പീറ്റർ ദി ഗ്രേറ്റ് ഒക്കെ പോലുള്ള അവരുടെ സ്ഥാപകനുണ്ട്, അവരുടെ രാഷ്ട്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പീറ്റർ ദി ഗ്രേറ്റിനെ പോലുള്ള ആളുകളുടെയൊക്കെ സ്വപ്നങ്ങളാണ് റഷ്യ നയിക്കുന്നത്. പുടിന്റെ സ്വപ്നം അത് തന്നെയാണ്. അപ്പം ഇവിടേക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പുടിൻ വന്ന് ഈ യുദ്ധം ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ
യുദ്ധത്തെ തുടർന്ന് മരവിപ്പിക്കപ്പെട്ട ഒരുപാട് ആസ്തികൾ ഉണ്ട്. ഈ ആസ്തികൾ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ആസ്തികൾ തന്നെ, റഷ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ആസ്തികൾ ഏകദേശം 210 ബില്യൺ യൂറോ ആണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കണക്ക് 225 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. ചെറിയ എമൗണ്ട് അല്ല, വലിയ രാജ്യത്തിൻ്റെ GDP-യെക്കാളും മുകളിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അത്രയും കൂടുതലുള്ള വിദേശ കരുതൽ ധനം മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ആസ്തികൾ ഭൂരിഭാഗവും യൂറോപ്പിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. വ്യക്തിപരമായിട്ടുള്ള ആസ്തികളുണ്ട് കുറേ. ഇതിൽ റഷ്യൻ ഒളിഗാർക്കുകളുടെ സമ്പത്തുണ്ട്. ഈ റഷ്യൻ ഒളിഗാർക്കുകളുടെ സമ്പത്ത് എങ്ങനെയാണ് വന്നതെന്ന് അറിയുമ്പോഴാണ് രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ബോറിസ് എൽസിന്റെ കാലഘട്ടത്തിൽ ചെച്ചനിയൻ വാറൊക്കെ നടക്കുമ്പോൾ അത് അവസാനിച്ചു. ആ ചെച്ചനിയൻ വാറിന്റെ സമയത്ത് അത് അവസാനിക്കുമ്പോൾ അക്കാലത്ത് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തിരുന്ന ചെറിയ സംഘങ്ങൾ, ബിസിനസ് കുടുംബങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകാരൊക്കെ പിന്നീട് ആ ബോറിസ് എൽസിന്റെ സഹായത്തോടു കൂടി തന്നെ പബ്ലിക് പ്രോപ്പർട്ടികൾ ചെറിയ വിലയ്ക്ക്, ദേശസാൽകൃത പ്രോപ്പർട്ടികളൊക്കെ പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഏറ്റെടുത്തപ്പോൾ ചെറിയ തുകയ്ക്ക് ഈ ദേശസാൽകൃത വലിയ സംരംഭങ്ങളൊക്കെ ചെറിയ ചെറിയ തുകയ്ക്ക് ഈ ആളുകളുടെ, ഈ ബിസിനസ്സുകാരുടെ കയ്യിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ പൊടുന്നനെ സമ്പന്നരായി, വലിയ മഹാസമ്പന്നരായിട്ട് അവർ മാറി. ഈ സമ്പത്ത് വന്നതോടുകൂടി അവരുടെ ശ്രമങ്ങളൊക്കെ മാറി. അവർ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എൽസിന്റെ കാലം കഴിഞ്ഞു. ആ ഭരണകൂടത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവർ സർവാധിപത്യം നേടി മുന്നോട്ട് പോകുന്ന സമയത്താണ് പുടിന്റെ കടന്നുവരവ്. പുടിന് മനസ്സിലായി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, തന്നെക്കാളും മുകളിൽ ഈ ഒളിഗാർക്കികൾ പോകുമെന്നും തന്നെ കീഴ്പ്പെടുത്തുമെന്നും അദ്ദേഹം അത് മനസ്സിലാക്കുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട ഒളിഗാർക്കികൾ, വലിയൊരു ധനവാനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അദ്ദേഹത്തിന്റെ സമ്പത്ത് കണ്ടുകിട്ടി. അപ്പൊ ഇതോടുകൂടി മറ്റുള്ളവർക്ക് ഒരു പാഠമായിട്ട്, സൂചനയായിട്ട് മറ്റുള്ളവർ കണ്ടു, അവർക്കൊരു താക്കീതായിരുന്നു. അതിനുശേഷം പിന്നീട് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഒളിഗാർക്കുകളെല്ലാം പുടിന്റെ കീഴിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അവിടെ നിന്നും പുടിന് വേണ്ടി പണിയെടുക്കുന്ന ഒളിഗാർക്കുകളെ സമ്പത്ത്, ലോകമെമ്പാടുമുള്ള അവരുടെ സമ്പത്ത് പുടിന് വേണ്ടി, റഷ്യയുടെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടിയും സ്വരുക്കൂട്ടുന്ന വലിയൊരു കാഴ്ച, അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരായിട്ട് അവർ മാറി. അപ്പോൾ അത്രയും വലിയ ബുദ്ധിമാനാണ്. കാരണം പുടിൻ എവിടുന്നാ വന്നത്? സ്പൈ ആയിരുന്നു പുടിനാണ്. അതെ. അപ്പം KGB-യുടെ ഒരു പരിശീലനം ലഭിച്ച ഒരാളെന്ന നിലയ്ക്ക് KGB-യുടെ പേര് തന്നെ ഇപ്പം മാറിയിട്ടുണ്ട്. പുടിന് അറിയാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇന്ന് ആ ഒളിഗാർക്കികളാണ് അവർ മുഴുവൻ കാര്യങ്ങൾ പുടിന് വേണ്ടി നിയന്ത്രിച്ചിരുന്നത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. യൂറോപ്പിലെ ഇത്തരത്തിലുള്ള 27 രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് മറ്റു ലോകത്തിന്റെ പല ഭാഗങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവരെന്തൊക്കെയാ യാട്ടുകളും റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ ആഡംബര വസ്തുക്കളും ഒക്കെ ആയിട്ട് 40 ബില്യൺ യൂറോ ആണ് അവരുടെ തുക എന്ന് പറയുന്നത്. ഈ 210 ബില്യണിൽ 40 ബില്യൺ അവരുടെ മാത്രമാണ്, പുടിന്റെ പണമാണ്. യഥാർത്ഥത്തിൽ പുടിന്റെ പണമാണ്, അത് നിയന്ത്രിക്കുന്ന പുടിനാണ്. അപ്പം അത് മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉക്രൈൻ്റെ മുകളിലുള്ള റഷ്യയുടെ അധിനിവേശത്തെ തടയുക, അതിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറ്റം ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ തരത്തിൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അത് ചെയ്തത്, മരവിച്ചത്, ഇമ്മീഡിയറ്റ് ആയിട്ട് മരവിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഉക്രൈനുള്ള ഈ മരവിപ്പിച്ച ഈ ആസ്തികളിൽ നിന്നുള്ള വരുമാനം പലിശ ഇനത്തിൽ ഉക്രൈൻ്റെ പുനർനിർമ്മാണത്തിനും പ്രതിരോധത്തിനും ധനസഹായം നൽകാൻ ഉപയോഗിക്കുക എന്നതാണ് അവരുടെ നിർദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പം ഈ ആസ്തികൾ ഇത് വലിയ തോതിൽ ഇവർക്ക് പലിശ കിട്ടുന്നുണ്ട് ഈ ബാങ്കുകൾക്ക്. അപ്പം ഇത് വലിയ വരുമാനമുണ്ട്. ഇപ്പം ബെൽജിയത്തിലുള്ള ബാങ്ക് യൂറോ ക്ലിയർ എന്ന ബാങ്ക് ഇത് വലിയ തുക, കോടിക്കണക്കിന് യൂറോ ആണ് അവർക്ക് പലിശ ഇനത്തിൽ ലഭിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ബെൽജിയം ഈ കാര്യത്തിൽ അത്ര വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ബെൽജിയത്തിന് അറിയാം ഇത് പണി പാളും. നാളെ ഈ പണം അങ്ങനെ കൊടുത്താൽ, ഇപ്പൊ റഷ്യക്ക് അതിനകത്ത് റോളൊന്നുമില്ല, ആ പണം ആർക്ക് കൊടുക്കണമെന്ന് അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷെ ഇത് കൊടുത്തു കഴിയുമ്പോൾ റഷ്യ പിന്നീട് അവിടെയുള്ള അവരുടെ ഈ മൊത്തം പണം പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ല നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട് ഈ കാര്യം ചെയ്യുന്നതിന്. ഇപ്പൊ മരവിപ്പിക്കപ്പെടാത്ത എന്തെങ്കിലും ആസ്തികൾ ധാരാളമുണ്ട്. അത് പിൻവലിക്കാൻ ഇപ്പൊ തുടങ്ങിയാൽ അതൊക്കെയാണ് ഇപ്പം ഭയപ്പെടുന്നത്. അങ്ങനെ ഒരു പിൻവലിക്കൽ നടന്നു കഴിഞ്ഞാൽ, റഷ്യ അങ്ങനെ പിൻവലിച്ചാൽ വലിയ ബാങ്കിങ് മേഖലയ്ക്ക് വലിയ തകർച്ചയിലേക്കായിരിക്കും യൂറോപ്പ് പോവുക. അപ്പൊ അങ്ങനെ റഷ്യ കഴിയുകയും ചെയ്യും. അതൊരു സൂചനയായിട്ട് കാണണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. പൂർണ്ണമായി അങ്ങനെ കണ്ടുകെട്ടിയിട്ട് ഉക്രൈൻ നൽകുന്നതിൽ വെല്ലുവിളികൾ ഒരുപാട് നിൽക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ ലംഘനമായിട്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മുകളിൽ കടന്നുകയറ്റമായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. അപ്പൊ അത് യൂറോപ്യൻ യൂണിയന്റെ അകത്തുള്ള രാജ്യങ്ങൾക്ക് ഈ ആശങ്കയുണ്ട്. അപ്പൊ വിശ്വാസ്യതയുണ്ട്. റഷ്യയുടെ ആസ്തികൾ കണ്ടുകെട്ടിയാൽ മറ്റു രാജ്യങ്ങൾക്ക് മേൽ തങ്ങളുടെ കരുതൽ ധനം
യൂറോപ്യൻ സാമ്പത്തിക സ്ഥാപനങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിന്നും റഷ്യ പിൻവാങ്ങിയേക്കാം. അതൊരു വലിയ കാര്യമാണ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ. അപ്പൊ മാത്രമല്ല, ഇത് വലിയ പ്രതികാര നടപടികളിലേക്ക് റഷ്യ പോലുള്ള രാജ്യം തിരിയും. റഷ്യക്ക് അത് കഴിയുകയും ചെയ്യും. റഷ്യ അത് യാതൊരു വിധത്തിലും അത് ഒഴിവാക്കി വിടുകയുമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പൂർണമായ ഒരു തകർച്ചയിലേക്ക് ആ ബാങ്കിങ് മേഖലയ്ക്ക് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അപ്പം ഈ നഷ്ടപരിഹാര തുക ഈ തരത്തിൽ മുന്നോട്ട് വെച്ച് മരവിപ്പിച്ച ആസ്തികൾ കൊടുക്കുമ്പോൾ ഈ ഉക്രൈൻ്റെ ഒരു പുനർനിർമ്മാണത്തെ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ചെയ്യുമ്പോൾ അവർ വേറൊരു തരത്തിലും കൂടെ പറയുന്നുണ്ട്. അതായത് ഈ പണം, ഇവർ ഈ പറയുന്ന പണത്തിനെ വളഞ്ഞ വഴിയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഒരു കോമ്പൻസേഷൻ, ഉക്രൈൻ റഷ്യൻ വാർ അവസാനിച്ചു കഴിഞ്ഞാൽ ഉക്രൈന് ഒരുപക്ഷെ റഷ്യ നൽകാനുള്ള കോമ്പൻസേഷൻ, ആ കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ട പണം മരവിപ്പിച്ച് കിടക്കുന്ന ഈ പണത്തിന് പകരമായിട്ട് ഈ പണത്തിൽ നിന്നെടുത്ത് ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം എന്നാണ്, പലിശ ഇനത്തിലോ അല്ലാതെയോ. സത്യത്തിൽ ഞാൻ ഇപ്പൊ ആലോചിച്ച ഒരു കാര്യമാണ്. കാരണം ഇത് മിക്കവാറും റഷ്യ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഭാഗം വയ്ക്കുമെന്നുള്ള ഒരു വാർത്ത നമ്മൾ പറയുകയും ചെയ്തതാണ്. അപ്പൊ വിദഗ്ധർ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രധാനമായും പിടിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത് ഭാഗം വെച്ച് പോവുകയാണ്. പിന്നെ അവിടെയുള്ള ജനങ്ങൾ ആ ഓരോ ഭാഗം വെച്ചത് ആരുടെ കീഴിലാണോ അവർക്ക് അധീനപ്പെട്ട് വരികയാണല്ലോ ചെയ്യുക. സ്വാഭാവികം ഈ ഫണ്ട് കിട്ടുന്നത് ആർക്കായിരിക്കും? സെലൻസ്കി ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. സെലൻസ്കി ഇത് കാത്തിരിക്കുകയും ഇപ്പൊ തന്നെ പറയുന്നുണ്ട് അവിടെ ഉക്രൈന്റെ പ്രതിരോധത്തിനും മറ്റു വരുമാന മാർഗങ്ങൾക്കുമാണെന്ന്, മറ്റു ഉപകരണങ്ങൾ വാങ്ങാൻ അമേരിക്കയ്ക്ക് ഓർഡർ കൊടുക്കാൻ, യുദ്ധോപകരണങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ റഷ്യയുടെ പണം കൊണ്ട് സമ്മതിക്കില്ലേ റഷ്യ? പുടിൻ സമ്മതിക്കില്ലേ? അതാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഒരു പത്രസമ്മേളനത്തിനിടെ ചോർന്നു പോകുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള ബിസിനസ് എന്ന് പറയുന്നുണ്ട് ട്രംപ് പുടിനോട് വാക്കുകൾ. ഇത് ചോർന്നു കിട്ടുന്നുണ്ട്. അപ്പോ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ സംഘർഷത്തിലാണെന്ന് കാണിക്കുകയും രണ്ട് രാജ്യങ്ങളുടെ നേതാക്കൾക്കിടയിൽ ഡീലിങ്ങുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഈ സത്യത്തിൽ പൊട്ടനായിട്ടുള്ള സെലൻസ്കിക്ക് അറിയാത്തതാണോ, അത് യഥാർത്ഥത്തിൽ പൊട്ടനായി അഭിനയിക്കുകയാണോ എന്നുള്ളതാണ്. അല്ല, അയാൾ വലിയൊരു ധനമോഹിയാണ് കേട്ടോ. അയാൾ വലിയൊരു ധനമോഹി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ വാർത്തകൾ വന്നിരിക്കുന്ന സെലൻസ്കിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ അയാൾ രാജ്യം വിട്ടു. അയാൾ മില്യൺ കണക്കിന് തട്ടിപ്പ് നടത്തിയെന്നാണ്. ഒരു എന്റർടൈൻമെന്റ് കമ്പനിയുടെ പേരിൽ ഇയാളെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ്. അപ്പൊ അയാളും അവിടെ നാട് വിട്ടിരിക്കുന്നു. സെലൻസ്കിയുടെ 3-4 മന്ത്രിമാര് രാജിവെച്ചിരിക്കും, പുറത്താക്കി. അപ്പൊ അത് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ അത് വേറൊരു അശനിപാതം പോലെ വന്നിരിക്കുകയാണ്. പക്ഷെ പുടിന്റെ സൃഷ്ടിയാണ് ട്രംപ്, മനസ്സിലാക്കണം. പുടിന്റെ സൃഷ്ടിയാണ്. അതായത് പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടുന്ന, മറ്റു കാര്യങ്ങൾക്ക് വഴിപ്പെടുന്ന, ക്ഷിപ്രകോപിയായിട്ടുള്ള, ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായി ലോകത്തെല്ലായിടത്തും സൃഷ്ടിച്ചിട്ടുള്ള KGBയുടെ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പ്രതീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഈ ഡൊണാൾഡ് ട്രംപ്. അതൊരു വലിയ ദീർഘമായൊരു പ്ലാനാണ്. അവർ തമ്മിലുള്ള ശാരീരിക ഭാഷ കണ്ടാൽ അറിയാം. പുടിന്റെ മുന്നിൽ വന്നുപെടുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ അറിയാം എത്രത്തോളം വിധേയനായാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന്. അദ്ദേഹം കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാറില്ല. ഈ പുറത്ത് കാണുന്ന ഈ ഒച്ചപ്പാടും ബഹളമെന്നാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇത് റഷ്യ നോക്കി നിൽക്കില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ, ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വിനിയോഗിച്ചാൽ പ്രതികാര നടപടികളുമായിട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. യൂറോപ്യൻ യൂണിയനുള്ള ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ വലിയ തകർച്ചയിലേക്ക് ഇത് നടപ്പാക്കാൻ പോകുന്നില്ല. നടപ്പാക്കിയാൽ ഇത് കാത്തു നിൽക്കുന്ന, ഈ പൈസ വാങ്ങാൻ വേണ്ടി പിഴപ്പലിശ നിലയ്ക്ക് ഏത് പലിശയായാലും വാങ്ങാൻ കാത്തു നിൽക്കുന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇതുകൊണ്ടൊന്നും ഈ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുന്ന പോലെ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.